Hello guys, welcome back to our channel. This is me with Mallu. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ചെക്കന്മാര് അവർ രണ്ടുപേരും ചേർന്ന് ടെക്നിക്കിലൂടെ ഗോട്ടക്സ് ആയി മാറി ഇപ്പോൾ ഒരുപാട് ഗോസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മാജിക് ബൂവിനെ തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവരുടെ എക്സ്പെക്ടേഷൻ എല്ലാം തകർത്തുകൊണ്ട് ബൂ ആണെങ്കിൽ ചുറ്റും ഉണ്ടായിരുന്ന ആ പുകയിലൂടെ വീണ്ടും അവന്റെ രൂപം അതങ്ങനെ റീക്രിയേറ്റ് ചെയ്തെടുത്ത് അവരുടെ മുൻപിലേക്ക് വരും. പിക്കലോ ആണെങ്കിൽ ഗോട്ടക്സിനോട് ഇനി എന്തെങ്കിലും വഴിയുണ്ടോ അതിനെ തോൽപ്പിക്കാനും ചോദിക്കും. അവർക്കാണെങ്കിൽ ഒരു അൾട്ടിമേറ്റ് പവർ അതിനെയും ബാക്കിയുണ്ട്. പക്ഷെ പിക്കലോയെ ഇംപ്രസ് ചെയ്യാനായിട്ട് അവരിനി ഐഡിയ ഒന്നുമില്ല. അപ്പോൾ മിക്കവാറും ഈ പോരാട്ടത്തിൽ തോൽക്കുമെന്ന് പറയും. അത് പറയുന്ന അതേ സമയം തന്നെ അബൂ ആണെങ്കിൽ ഇപ്പൊ ഗോട്ടക്സിനെ തൂക്കിയെടുത്ത് അറഞ്ചം പുറഞ്ചം നിലത്താഞ്ഞടിക്കുകയാണ്. കിട്ടിയ ഗോട്ടക്സ് ആണെങ്കിൽ അവരുടെ അൾട്ടിമേറ്റ് പവർ അത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന അതേ സമയം ഇവിടെ പിക്കലോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ ചേംബറിന്റെ ഡോർ തകർത്ത് കളയും. ഇനി ആ ബൂവിന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയില്ല. നിന്നെ ഞാൻ ഇവിടെ വെച്ച് തകർത്ത് കളയെന്ന് പറയും. ബൂവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ ഗോട്ടക്സ് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, ഡോർ തകർത്ത് കഴിഞ്ഞാൽ അത് നമുക്കും മോശമായിട്ട് സംഭവിക്കില്ലേ, നമ്മളും ഇവിടെ കിടന്ന് മരിക്കില്ലേ എന്ന് പിക്കലോയോട് ചോദിക്കും. പക്ഷെ പിക്കലോ ആണെങ്കിൽ അതൊന്നും ബോധറിയില്ല. പിക്കലോ ആണെങ്കിൽ ബൂവിനോട് പറയും, ഇനി നിനക്ക് ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും ഞങ്ങളെ ചെയ്യാം, നിനക്ക് ഇവിടെ നിന്ന് ഇനി പുറത്തേക്ക് പോകാൻ കഴിയില്ല. അത് കേട്ട് നമ്മുടെ ചെക്കന്മാര് ഷോക്കാവും. അവർ ആ ഡോറിന്റെ ഭാഗത്തേക്ക് പോയി തലയ്ക്ക് കൈ കൊടുക്കും. ഇവൻ ഇവിടെ പെട്ടുപോയതുപോലെ തന്നെ നമ്മളും ഇവിടെ പെട്ടുപോയില്ലേന്ന് ചോദിക്കും. അതിന് പിക്കലോ പറയും, അതെ, ഇവിടെ ബൂവിനാണെങ്കിൽ കൺട്രോൾ പോവും, അപ്പൊ എനിക്കിനി ചോക്ലേറ്റ്സ് ഐസ്ക്രീം അങ്ങനൊന്നും കിട്ടില്ലേ. അതിന് പിക്കലോ പറയും, ഇല്ല, നീ ഇവിടെ കടന്ന് ചാവും. ബൂവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ അങ്ങനെ നിലവിളിക്കുകയാണ്. അതേസമയം പുറത്ത് നമ്മുടെ ആൾക്കാർ അവർ ഒരുപാട് വിഷമത്തോടുകൂടെ നിൽക്കും. അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ കഴിയില്ല. സിറ്റുവേഷൻ മോശമാണെന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക് മാൻ ആണെങ്കിൽ അവരോട് പറയും, പിക്കലോ ആ ചേംബറിന്റെ ഡോറ് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്, ഇനി പുറത്തേക്ക് പോകാനോ അകത്തേക്ക് വരാനോ അവർക്കാവില്ല. ഇതുകൊണ്ട് ഇപ്പൊ ശരിക്കും എന്താ സംഭവിക്കുക? അതിന് മാസ്റ്റർ പറയും, പിക്കലോ അത് ചെയ്തു കഴിഞ്ഞു. ആ കുട്ടികൾക്ക് ഒരുപക്ഷെ ഫ്യൂഷൻ ടെക്നിക്കിലൂടെ ആ ബൂവെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഡോർ തകർത്ത് ആ ബൂവിനെ അതിൽ ലോക്ക് ചെയ്തത്. അവനെ കൊണ്ട് ഇനി പുറത്തേക്ക് പോകാൻ കഴിയില്ല, അവിടെ കിടന്നു മരിക്കും. അവരും അലോയ്ക്കും ഗോട്ടക്സിനും അവർക്കും അത് തന്നെയായിരിക്കും സംഭവിക്കുക. അത് കേട്ട് ബുൽമയാണെങ്കിൽ ഷോക്കാവും. നിങ്ങൾ എന്താ ഈ പറയണേ? ഇങ്ങനെ ചെയ്തുകൊണ്ട് ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാം? ലോകത്തെ രക്ഷിക്കാനുള്ള ചുമതല അത് അവർക്ക് മാത്രം വിട്ടുകൊടുത്തത് ഒട്ടും ശരിയായില്ല. അത് കേട്ട് മൊട്ടപ്പം പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഡ്രാഗൺ ബോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവരെ തിരികെ പിടിക്കാനായിട്ട് പറ്റും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൂ ആണെങ്കിൽ ഒരുപാട് വിഷമത്തില് എനിക്ക് ബിസ്ക്കറ്റ് ഇല്ല, ഐസ്ക്രീം ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമിച്ച് നിൽക്കും. നമ്മുടെ ഗോട്ടക്സ് ആണെങ്കിൽ പിക്കലോട് ചോദിക്കും, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ കാട്ടിയത്? പിക്കലോ ആണെങ്കിൽ അവരോട് പറയും, ഇതല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല, നിങ്ങളെ കൊണ്ട് പിന്നെ തടയാനായിട്ട് കഴിയില്ല, അതുകൊണ്ടാണ് ഈ ഒരു 18ാം തടവ് അത് ഞാൻ എടുത്തത്. അത് കേട്ട് ഗോട്ടക്സ് ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, ഓ നോ, ഞങ്ങളുടെ കയ്യിൽ ഒരു അൾട്ടിമേറ്റ് പവർ കൂടെ ബാക്കിയുണ്ടായിരുന്നു, അത് സർപ്രൈസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ കള്ളം പറഞ്ഞത്. അത് കേട്ട് പിക്കലോ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, നിങ്ങൾ ശരിക്കും വിഡ്ഢികളായ കുട്ടികളാണ്, ഈ സമയത്താണോ നിങ്ങൾ തമാശ കളിക്കുന്നതെന്ന് ചോദിക്കും. അത് കേട്ട് ഗോട്ടക്സ് ആണെങ്കിൽ തിരിച്ച് പിക്കലോയും വിഡ്ഢിയെന്ന് വിളിക്കും. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ആ സമയത്ത് ബോവിനാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരും. ഇവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്കിവിടെ ഒട്ടും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് അവന്റെ ഫുൾ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. ആ പവറിൽ പിടിച്ചു വെക്കാൻ കഴിയാതെ പിക്കലോയും കോട്ടക്സും തെറിച്ചു പോവും. അവന്റെ പവർ ഉപയോഗിച്ച് ആ ചേംബറിൽ താൽക്കാലികമായി ഒരു ഡോർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അത് കണ്ട പിക്കലോ ആണെങ്കിൽ കോട്ടക്സിനോട് പറയും, അവൻ ഒരു ടെമ്പററി ഡോർ ക്രിയേറ്റ് ചെയ്തു, അവനെ പുറത്തേക്ക് വിടാൻ പാടില്ല. പിക്കലോയും കോട്ടക്സും അവനെ തടയാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവനാണെങ്കിൽ ആ ഒരു വാതിലൂടെ പുറത്തേക്ക് പോയി ആ വാതിൽ ക്ലോസ് ആവുകയാണ്. പുറത്തുണ്ടായിരുന്ന നമ്മുടെ ആൾക്കാർ ആ കാഴ്ച കണ്ട് ഞെട്ടും. ഗോക്കു ആണെങ്കിൽ സുപ്രീം കായോട് പറയും, മാജിക് ബൂവിന്റെ പവർ അതെനിക്ക് പറയാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഗോട്ടന്റെയും അതുപോലെ ട്രങ്ക്സിന്റെയും പിക്കലോടെയും പവർന്നും എനിക്കറിയാൻ കഴിയുന്നില്ല. അവിടെ എന്തായിരിക്കും ഇപ്പൊ നടക്കുന്നതെന്ന് യാതൊരു പിടിയുമില്ല. അത് പറയുന്ന അതേ സമയം തന്നെ ആ ഒരു അപ്പാപ്പനാണെങ്കിൽ ഒരു ഗോളം അവന്റെ അടുത്തേക്ക് ഇട്ടുകൊടുക്കും. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗോക്കുവും പിങ്ക് മാനും അതുപോലെ തന്നെ സുപ്രീം കായും ആ ഗോളത്തിലേക്ക് നോക്കും. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, അങ്ങയുടെ കഴിവ് അപാരം തന്നെ, ഇത് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ടൈം ചേംബറിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ കണ്ടു മനസ്സിലാക്കുകയാണ്. കട്ട് ചെയ്ത് ഇവിടെയാണെങ്കിൽ ഇപ്പോ ആ മാജിക് ബൂ അവൻ പതിയെ പുറത്തേക്ക് വരും. ബുൽമയാണെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കും. അതിന് മാസ്റ്റർ പറയും, കൃത്യമായിട്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊട്ടും നല്ലതല്ല എന്ന് എനിക്കറിയാം. അടുത്ത നിമിഷം അത് മാജിക് ബൂ ആയിട്ട് മാറുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ വിളിച്ചു പറയും, അത് അവനാണ് ആ മാജിക് ബൂ. മാജിക് ബൂവിനെ കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഭയപ്പെടും. ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളുടെ മക്കൾ എവിടെ, അവരെ നിങ്ങൾ എന്ത് ചെയ്തു? അതിന് ബൂ ആണെങ്കിൽ അവരോട് പറയും, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ ചോക്ലേറ്റ് ആക്കി മാറ്റാൻ പോവാണ്. കട്ട് ചെയ്താ ഇവിടെ ഗോട്ടക്സ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പിക്കലോയോട് ചോദിക്കും, ആ മാജിക് ബൂ അവൻ എവിടെ? അതിന് പിക്കലോ പറയും, അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി, ഇനി നമ്മൾ എങ്ങനെ പുറത്തേക്ക് പോകുന്നു? ഗോട്ടക്സ് ആണെങ്കിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രയും വേഗം പുറത്തേക്ക് പോയിട്ടില്ല എങ്കിൽ നമ്മളുടെ കൂടെ ഉള്ളവരെയും ഭൂമിയിൽ അവശേഷിക്കുന്ന ബാക്കി മനുഷ്യരെ കൂടെ ആ ബൂ ഇല്ലാതാക്കുമെന്ന് പറയും. അതിന് പിക്കലോ ആണെങ്കിൽ
അവനൊരു ബുദ്ധി വെളിച്ചം ഉണ്ടായി. ഇപ്പോ കോട്ടക്സിനോട് പറയും, ആ ബൂ ക്രിയേറ്റ് ചെയ്ത പോലെ വലിയ ശബ്ദം നീ ഞാനും ചേർന്നുണ്ടാക്കണം. ആ ശബ്ദത്തിന്റെ ശക്തിയാൽ നമുക്ക് പുറത്തു പോകാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു 3 പേരും ചേർന്ന് വലിയ ശബ്ദം ഉണ്ടാക്കും. പക്ഷെ എത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും അവിടെ യാതൊരു മാറ്റവും സംഭവിക്കില്ല. ഓക്കെ, സാരമില്ല, നമുക്കൊന്നുകൂടെ ശ്രമിക്കാമെന്ന് ഇവിടെ പിക്കലോ പറയും. അതേസമയം ഇവിടെ ബൂ ആണെങ്കിൽ അവരെ ചോക്ലേറ്റ് ആക്കി മാറ്റാനായിട്ട് ഒരുങ്ങുകയാണ്. അത് മനസ്സിലാക്കിയ മൊട്ടപ്പനാണെങ്കിൽ 18 ടീമിനോടും പറയും, ഞാൻ ആ ബൂവിനെ അറ്റാക്ക് ചെയ്ത് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ലുക്കൗട്ട് വിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകണമെന്ന് പറയും. അവരാദ്യം അവനെ തടയാൻ ശ്രമിക്കുമെങ്കിലും വേറെ വഴിയില്ലാതെ അവരെല്ലാവരും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മുട്ടപ്പനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ചാടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. മൊട്ടപ്പനാണെങ്കിൽ അവന്റെ ക്ലോസിൽ തന്നെ താമസം. അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ അവനെയും ചോക്ലേറ്റ് ആക്കി മാറ്റുകയാണ്. ആ ചോക്ലേറ്റ് ആണെങ്കിൽ ഇപ്പോ മാജിക് ബൂ അങ്ങനെ ഹായ് ആയിട്ട് കഴിക്കും. അതിനുശേഷം ഓരോരുത്തരെയായിട്ട് ഇവിടെ ആൾക്കാരെ വീണ്ടും വീണ്ടും അവൻ ചോക്ലേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഗോകുവിനാണെങ്കിൽ അത് മനസ്സിലായി അവന്റെ കൺട്രോൾ പോവാണ്. ഓ നോ, ആ ദുഷ്ടനായ ബൂ അവൻ പുറത്തേക്ക് വന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഓരോരുത്തരായിട്ട് ചോക്ലേറ്റ് ആക്കി മാറ്റുകയാണ്. ഇവിടെ ഗോഹാനാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, അച്ഛാ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടോ? അതിന് ഗോകു പറയും, നീ അവിടുത്തെ കാര്യം ഒന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് മാക്സിമം ട്രെയിനിങ്ങും പവറും ഒക്കെ അബ്സോർബ് ചെയ്തെടുത്ത് നീ യുദ്ധത്തിന് തയ്യാറാവാനായിട്ട് പറയും. അത് കേട്ട് ഗോഹാനും അതിന് തയ്യാറെടുക്കും. ഗോഹാനാണെങ്കിൽ അച്ഛന്റെ വാക്കുകൾ കേട്ട് വീണ്ടും കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പവർ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ സുപ്രീം കായ് ആണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, പിക്കലോയുടെ പവർ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിന് ഗോകു പറയും, പിക്കലോയുടേതും ട്രങ്ക്സിന്റെയും ഗോട്ടന്റെയും അവരുടെ ആരുടെയും തന്നെ പവർ എനിക്കിപ്പോൾ സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എത്രയും വേഗം ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുക, അതോടൊപ്പം ഭൂമിയിലുള്ള ഡ്രാഗൺ ബോൾസ് അതും കൂടെ കണ്ടെത്തി നഷ്ടപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരിക എന്നതാണ്. അതുമാത്രം നമ്മളിപ്പോൾ ശ്രദ്ധിക്കാന്ന് പറയും. കട്ട് ചെയ്തവിടെ ഭൂമി കാണിക്കും. അവിടെയാണെങ്കിൽ സെയ്റ്റാനും പട്ടിക്കുട്ടിയും അവർ രണ്ടുപേരും ഒരുപാട് ദൂരം നടന്നിട്ടും മനുഷ്യരെ ആരെയും അടുത്തെവിടെയും കാണാനായിട്ട് കഴിയുന്നില്ല. ഓ നോ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. ഈ കൊടും ചൂടില് ഒരടി പോലും മുൻപോട്ടേക്ക് വെക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് സെയ്റ്റാൻ പറയും. അപ്പോഴായിരിക്കും പട്ടിക്കുട്ടി ദൂരത്തായിട്ട് ഇപ്പൊ ഒരു പട്ടണം കാണിച്ചു കൊടുക്കുക. അത് കാണേണ്ട താമസം സെയ്റ്റാൻ. അദ്ദേഹമാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വാവ്, ആ ഒരു പട്ടണം നീ കണ്ടെത്തി തന്നു. എത്രയും വേഗം അവിടേക്ക് പോയി ആവശ്യത്തിന് ഭക്ഷണം വെള്ളമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഉഷാറായി ആ ഒരു പട്ടണം ലക്ഷ്യമാക്കി അങ്ങനെ ചാടി ഓടുകയാണ്. ആ പട്ടണത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും അവിടെ ആരും ഇല്ല എന്നും ആ പട്ടണം മുഴുവൻ ബൂവിന്റെ അറ്റാക്കിൽ തകർന്നു കിടക്കുകയാണെന്നും അവർ മനസ്സിലാക്കുക. ഈറ്റാനാണെങ്കിൽ ഒരുപാട് ശബ്ദത്തില് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ഭാഗത്തൊന്നും യാതൊരു റെസ്പോൺസും കിട്ടില്ല. സത്യത്തിൽ ആ മാജിക് ബൂവിന് എന്താ സംഭവിച്ചേ? അവൻ ആരെ ഉപദ്രവിക്കാതെ ഒരു ലെവലിലേക്ക് ഞാൻ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചേഞ്ച് ആയത്? എന്തായാലും കുഴപ്പമില്ല, ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് സെയ്റ്റാൻ ആണെങ്കിൽ ആ പട്ടിക്കുട്ടിക്ക് കഴിക്കാൻ മിൽക്കും ബ്രെഡൊക്കെ കൊടുക്കും. അവനും വിശപ്പ് തീരത്തക്ക വിധത്തില് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പൊ തിരികെ പോവാണ്. ഒരു സെക്കൻഡ് അവൻ ആ പട്ടിക്കുട്ടിയെ നോക്കും. സത്യത്തില് ഇവൻ കാരണമാണ് ബോവിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായെന്ന് പറഞ്ഞ് അവൻ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ബോവിന്റെ കൂടെ ആ പട്ടിക്കുട്ടി ഓടിക്കളിച്ചതും അവൻ ആ പട്ടിക്കുട്ടിയെ സ്നേഹിക്കാൻ തുടങ്ങിയതും മനസ്സ് മാറിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. ബോ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തുകൊണ്ടാ ഇപ്രകാരം ചെയ്തതെന്ന് ഇപ്പോ അവൻ ചോദിക്കും. അതേസമയം ഇവിടെ പിക്കലോയും കോട്ടക്സും രണ്ടുപേരും നിർത്താതെ ഒച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവരെത്രയൊക്കെ ശബ്ദം എടുത്തിട്ടും അവിടെ പ്രത്യേകിച്ച് യാതൊന്നും തന്നെ സംഭവിക്കില്ല. പിക്കലോ ആണെങ്കിൽ ഗോട്ടക്സിനോട് പറയും, ഇനിയും നമ്മൾ പ്രയത്നിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, എല്ലാം കൈവിട്ടു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഗാബു നമ്മുടെ ഫ്രണ്ട്സിനെയും ബാക്കിയുണ്ടായിരുന്ന ജനങ്ങളെയും എല്ലാവരെയും കൊന്നിട്ടുണ്ടാവും. അത് കേട്ട നമ്മുടെ ഗോട്ടക്സ് ആണെങ്കിൽ പിക്കലോട് പറയും, ഇനിയും ഞാനത് മറച്ചു വെക്കുന്നില്ല, എന്റെ അൾട്ടിമേറ്റ് പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. പിക്കലോയ്ക്കാണെങ്കിൽ കൺട്രോൾ പോവും. അവന്റെ തലയ്ക്കൊരു കൊട്ടു വെച്ചു കൊടുക്കും. നിന്റെ തമാശ അതിനി നിർത്താനായില്ലേ? അത് കേട്ട് ഗോട്ടക്സ് ആണെങ്കിൽ അവന്റെ അൾട്ടിമേറ്റ് പവർ റിലീസ് ചെയ്യും. ഗോട്ടക്സിന്റെ പവർ അങ്ങനെ പുറത്തേക്ക് വരെ പിക്കലോ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഗോട്ടക്സ് ആണെങ്കിൽ ഞൊട്ടിയടയില് ഇപ്പോ സൂപ്പർ സൈൻ 3rd ഫേസിലേക്ക് പോവാണ്. ഗോക്കു മാറിയതുപോലെ അവരും ഇപ്പൊ ചേഞ്ച് ആയി. പിക്കലോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അത് കണ്ട് ഫ്രീസ് ആവും. ഇതെന്താ എങ്ങനെ 3rd ഫേസിലേക്ക് പോവാൻ കഴിഞ്ഞു? അതിനവര് പറയും, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് എടുത്തു നോക്കി, ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയും. ഇനി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, ടൈം ചേംബർ വിറ്റ് നമുക്ക് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് അവിടെ ഒരു ഡോർ ക്രിയേറ്റ് ചെയ്ത് രണ്ടുപേരും പുറത്തേക്ക് വരികയാണ്. മാജിക് ബൂ ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. ഇപ്പൊ അവർ രണ്ടുപേരും ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അത് കണ്ട് ഇപ്പൊ ബൂ അത്ഭുതപ്പെടും. എന്തുപറ്റി, നിനക്ക് ചേഞ്ചസ് ഒക്കെ സംഭവിച്ചല്ലോ എന്ന് ബൂ ചോദിക്കും. കോട്ടക്സ് പറയും, ഞങ്ങൾ ആ പഴയ കോട്ടക്സ് അല്ല, പുതിയ പവറുമായിട്ട് വന്ന പുതിയ കോട്ടക്സ് ആണ്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ ഇപ്പോ ടെക്നിക്ക് ഉപയോഗിച്ച് ഫേസ് 3ലേക്ക് പോയ നമ്മുടെ ആൾക്കാരെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. പിക്കലോയും ട്രങ്ക്സും ഗോട്ടനും അവരെല്ലാവരും ജീവനോട് കൂടെ തന്നെ ഉണ്ട്. കുട്ടികൾ ശരിക്കും ഒരു അത്ഭുതമാണ്. ഫ്യൂഷന് ശേഷം ഫേസ് 3ലേക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അവർ അത് തെളിയിച്ചു. സുപ്രീം കായ് ആണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും, സത്യത്തിൽ സൂപ്പർ സൈൻ എത്ര ഫേസ് ഉണ്ട്? അതിനവൻ പറയും, അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, പക്ഷെ ഒറ്റത്തവണ ഞാനത് കാണിച്ചപ്പോൾ തന്നെ അവരത് പഠിച്ചെടുത്തു. ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പഠിച്ചത് അവർ നിമിഷ നേരങ്ങൾ കൊണ്ട് സ്വായക്തമാക്കി. ആ കുട്ടികൾ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ പിക്കലോ അവനാണെങ്കിൽ ആ ടെമ്പിളിന്റെ അവസ്ഥ കാണും. ഓ നോ,
ബൂ, നീ എന്തായി ചെയ്തത്? നീ എന്തിനാണ് ഇവിടം തകർത്തത്? എന്റെ ഫ്രണ്ട്സ് അവരൊക്കെ എവിടെ? അതിനവനാണെങ്കിൽ വയറിൽ തടവും. ഇവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ചോക്ലേറ്റ് ആക്കി ഞാൻ കഴിച്ചു കഴിഞ്ഞു. അത് കേട്ട് അവർ ഞെട്ടും. ഇവിടെ ഗോട്ടക്സിനാണെങ്കിൽ കൺട്രോൾ പോയി കൂടുതൽ കൂടുതൽ പവർഫുൾ ആയി അവനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.